പാർലമെൻറ്റിൽ നിന്ന് ഒളിച്ചോടുന്ന ഭരണകൂടത്തെ നമ്മൾ കാണുന്നു. നിങ്ങൾ സറണ്ടർ ആയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷം ദിവസങ്ങളോളം പാർലമെൻറ്റിൽ ബഹളം വെച്ചിട്ടും അതിന് പ്രോപ്പറായി ആൻസർ ചെയ്യാൻ കഴിയാത്ത ഭരണകൂടത്തെ കാണുന്നു. അപ്പോൾ ഏതൊന്നിനെയോ ഭയന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ഓർക്കണം, നേരത്തെ അജിംസ് പറഞ്ഞ പോലെ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം അമേരിക്കയ്ക്ക് മാത്രം പ്രിയപ്പെട്ട ഒരു രാജ്യമാണിപ്പോൾ. അമേരിക്കയുടെ താല്പര്യത്തിന്മേൽ ഇസ്രായേലിനോട് കൂടുതൽ രാജ്യങ്ങൾ അടുക്കുക, ഇസ്രായേലിനോട് കൂടുതൽ രാജ്യങ്ങൾ കെട്ടിപ്പിടിക്കുക എന്നുള്ളത് അമേരിക്കയുടെ താല്പര്യമാണ്. ആ താല്പര്യത്തിൻ്റെ ആദ്യത്തെ കെട്ടിപ്പിടുത്തക്കാരനായി നമ്മുടെ പ്രധാനമന്ത്രി പോകുന്നത് വെച്ചാൽ അമേരിക്ക ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിവർത്തിച്ചു കൊടുക്കാൻ ഇങ്ങനെ നിൽക്കുന്ന ഒരു ദാസനെ പോലെ അദ്ദേഹം ബിഹേവ് ചെയ്യുന്നു എന്ന വിമർശനത്തിൻ്റെ സാധ്യത അവിടെയുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം മറ്റു കാര്യങ്ങൾ തുറന്നു പറയണമല്ലോ. അപ്പോൾ ഈ പോക്കിന് പിന്നിൽ ഒന്നാമത് സംഘ്പരിവാർ ഭരണകൂടത്തിന് ഇസ്രായേലിലുള്ള അടുപ്പമാണ്. പിന്നെ പലതരത്തിലുള്ള ഇന്ത്യ ഒരു രാഷ്ട്രം നിലയ്ക്ക് ഇസ്രായേലുമായിട്ട് പലതരത്തിലുള്ള കണക്ഷൻസ് ആൻഡ് കരാറുകൾ, സെക്യൂരിറ്റി, ഭീകരവിരുദ്ധത പോലുള്ള കാര്യങ്ങൾക്കകത്ത് നമ്മൾ വലിയ കരാറുണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മൾ കാണേണ്ട കാര്യമാണ്. അതിനകത്ത് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹകരണമുണ്ട്. അത് വേറെ കാര്യം. അവർ ഒരു ആധുനികമായ ഒരു 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 വെപ്പൺ സ്റ്റേറ്റ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഗുണം നമ്മുടെ പട്ടാളത്തിനും കിട്ടും. അത് വേറെ കാര്യം. പക്ഷേ നയതന്ത്രപരമായും അല്ലെങ്കിൽ നയപരമായും ആശയപരമായും ചേർന്ന് പോകാൻ കഴിയുന്ന രണ്ട് ഭരണകൂടങ്ങൾ ഇപ്പോൾ ഇവിടെ ഉണ്ടെന്നുള്ള ഒരു കാര്യം. രണ്ടാമത്തേത് അമേരിക്കയുടെ ആഗ്രഹമാണിത്. വലിയ രാജ്യങ്ങൾ പോയി ഇസ്രായേലിന് കൈ കൊടുക്കുക എന്നുള്ളത്. ആ അമേരിക്കയുടെ ആഗ്രഹത്തിൻ്റെ ആദ്യത്തെ സാധിച്ചു കൊടുക്കലുകാരനായിട്ട് നമ്മുടെ മോദി മാറുകയാണ്. എപ്പോഴും ഇപ്പോഴത്തെ എല്ലാ അന്താരാഷ്ട്ര സന്ദർഭങ്ങളിലും ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യം, ആരെയാണ് നമ്മുടെ ഭരണകൂടം ഭയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ ഭരണകൂടത്തിനൊരു വിധേയ സ്വഭാവം കൈവന്നിരിക്കുന്നത്? നമ്മുടെ ഭരണകൂടത്തെങ്കിലും ഒളിച്ചു വയ്ക്കാനുണ്ടോ? നമ്മുടെ ഭരണകൂടം മറ്റാരുടെയെങ്കിലും കളിപ്പാവയാണെന്നുള്ള പ്രതിപക്ഷത്തിന് തന്നെ ചോദ്യം വീണ്ടും വീണ്ടും മുഴങ്ങുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്.